ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരുവിധം എല്ലാ സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു സ്കില്ലിന്റെ അഭാവം, ഈ ഒരു സ്കില്ലില്ലാത്തത് കൊണ്ട് മാത്രം നമ്മളെക്കാട്ടിലും കഴിവില്ലാത്തവന്മാർ നമ്മളെക്കാട്ടിലും 10 ഇരട്ടി ബെറ്റർ ആയിട്ട് ലൈഫിൽ മുന്നേറുന്നുണ്ട്. നമ്മളെക്കാട്ടിലും മികച്ച രീതിയിൽ ജീവിതം ജീവിക്കുന്നുണ്ട്. അത് എന്ത് സ്കില്ലാന്ന് ചോദിച്ചാൽ സോഷ്യൽ സ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, സംസാരിക്കാനുള്ള കഴിവ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ചെറുപ്പം തൊട്ട് ഇൻട്രോവേർട്ടായിരുന്നു. ഞാൻ അധികം ആരോട് സംസാരിക്കാറില്ല. എനിക്കൊരു റിപ്ലൈ കൈ മെൻറ്റാലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയും, അല്ലാതെ എനിക്ക് സംസാരിക്കാൻ അറിയൂല. ഞാൻ അധികം സംസാരിക്കാറുമില്ല. ഞാൻ ചെറുപ്പകാലം മൊത്തം ഒറ്റയ്ക്കാണ് അധികം ജീവിച്ചത്. അപ്പോൾ ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. ഞാൻ അത് മാറ്റാനും ശ്രമിച്ചില്ല. അത് മാറ്റേണ്ട കാര്യം എന്താ? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വലിയ ആൾക്കാരൊക്കെ ഇൻട്രോവേർട്സ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വലിയ കഴിവുള്ളവന്മാർ ഇൻട്രോവേർട്സ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാറ്റേണ്ട ഒരു കാര്യമില്ല, എങ്ങനെ തന്നെ ജീവിച്ച പോലെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ജീവിതത്തിൽ മുന്നേറി കുറച്ചും കൂടി പ്രാക്ടിക്കലായി ലോകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് മേഖല വേണമെങ്കിൽ ആയിക്കോട്ടെ, കരിയർ മാത്രമല്ല, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പൈസ സമ്പാദിക്കുന്ന കാര്യം ആയിക്കോട്ടെ, ഈ ഒരു സ്കില്ലില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഈ പേര് കേട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഈ പ്രശസ്തമായ ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, അവരെക്കാട്ടിലും 10 ഇരട്ടി കഴിവുള്ളവന്മാര് ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ. ശരിക്കും ഇപ്പൊ സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐൻസ്റ്റീനെക്കാട്ടിലും ബുദ്ധിയുള്ള ഒരാളായിരുന്നു നിക്കോളാസ് ടെസ്ല. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളായിരുന്നു. പക്ഷെ ഫേമസ് എങ്ങനെ പോയാലും ഐൻസ്റ്റീൻ ആണ്. ആ വിഷയം നമുക്ക് മാറ്റി വയ്ക്കാം, അതിൽ പല തർക്കങ്ങളും ഉണ്ടാവും. അല്ല, ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ഫേമസ് ആയ ആൾക്കാരെക്കാട്ടിലും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ ആരും അറിയാതെ ജീവിച്ച് മരിച്ചു പോയത് അവർക്ക് ആ സ്കില്ലിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല. ആ ഒരു ഒറ്റ കുഴപ്പം കൊണ്ടാണ്. യു ആർ ഓൺലി ഗുഡ് ആസ് യു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയും. നമ്മളെ എത്ര നല്ല വ്യക്തിയായാലും, നമ്മളെ എത്ര നല്ലവനായി നമ്മളെ അവതരിപ്പിക്കുന്നു, അതിലാണ് കാര്യം. നമ്മളെത്ര നല്ലവനായാലും അത് നമ്മുടെ മൈൻഡിന്റെ അകത്ത് കാര്യമാണ്, വേറെ ആരും അറിയില്ല നമ്മുടെ നന്മയും തിന്മയൊന്നും. പക്ഷെ നമ്മളെത്ര നല്ലവനായി അവതരിപ്പിക്കുന്നു, അതിനനുസരിച്ചാണ് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുക. നമുക്ക് ആൾക്കാർ മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മളൊരു സോഷ്യൽ ആനിമൽസ് ആണ്, നമ്മൾ സാമൂഹിക ജീവികളാണ്. നമുക്ക് ഓരോ കാര്യത്തിനും നമുക്ക് ആൾക്കാരുടെ ആവശ്യമുണ്ട്. സെയിൽസിലായാലും ജോലിയിലായാലും റിലേഷനിലായാലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സോഷ്യൽ സ്കിൽ എന്നുള്ളത്. പണ്ടായാലും ഇനി വരാൻ പോണ കാലമായാലും, ഇനി വരാൻ പോകുന്നത് ഫുള്ള് ടെക്നോളജിയുടെ കാലമാണ്. എല്ലാം സ്ക്രീനിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ സ്കില്ലുള്ളവർ കുറച്ചും കൂടി മുമ്പിൽ കയറും. കാരണം ഇനി വരാൻ പോണ കാലത്ത് കുറച്ചും കൂടി കൂടുതൽ ഇൻട്രോവേർട്സ് ആണ് വരാൻ പോണത്. ഇൻട്രോവേർട്സ് അല്ല, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരെന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യലി ഇടപഴകാൻ അവർക്ക് അറിയില്ല, അവർക്ക് പേടിയാണ്, ഒരു ആങ്സൈറ്റിയാണ്. അതിന് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് സ്വയം പറഞ്ഞ് ന്യായീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും കാലം. പിന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലായത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാൻ തന്നെ വെച്ചത്. എന്നാൽ എങ്ങനെ നമുക്ക് സോഷ്യലി ബെറ്റർ ആവാം? സോഷ്യൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല, കേൾക്കാനുള്ള കഴിവ്, ഒരാൾ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള മാനേഴ്സ്, എങ്ങനെ അവരെ ഗ്രീറ്റ് ചെയ്യണം, എങ്ങനെ അവരെ കോംപ്ലിമെന്റ് ചെയ്യണം, എല്ലാം ഈ സോഷ്യൽ സ്കിൽസിന്റെ അകത്ത് പെടും. ഇത് നമുക്ക് ബെറ്റർ ആക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. കുറച്ചും കൂടി കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക, നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. നമ്മളെ തന്നെ കുറച്ച് അൺകംഫർട്ടബിൾ ആക്കിയാലും നമ്മൾ ഡെയർ എടുക്കുക. നമ്മുടെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന്റെ അകത്ത് മാത്രമാണ്. നമ്മളാരും സോഷ്യൽ ആങ്സൈറ്റി ഇൻട്രോവേർട്ടായിട്ടൊന്നും ജനിക്കണം, നമ്മൾ മനുഷ്യന്മാരായിട്ടാണ് ജനിക്കണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ തുറന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നവരാ. അതിനുശേഷം പല അനുഭവങ്ങളാണ് നമ്മൾ ഇൻട്രോവേർട്ട് ആക്കിയത്. പല സാഹചര്യങ്ങളും നമ്മുടെ ശബ്ദത്തിനെ അടിച്ചമർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് ലൈഫിന്റെ ഒരു ഫേസ് ആണ്, ഇൻട്രോവേർട്ടായ മൂവ്മെന്റ്സ് ആണ്. അതിന് നമ്മൾ സ്വയം ഇൻട്രോവേർട്ടായി എടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക. ആദ്യമൊക്കെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറെ നാൾ ഇൻട്രോവേർട്ടായി ജീവിച്ചിട്ട് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ത് സംസാരിക്കണം എന്നറിയില്ല, എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. പെട്ടെന്ന് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് തുടങ്ങും. അവർ നമ്മളെങ്ങനെയാണ് കാണുന്നത്, അവർ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ഞാനൊക്കെ. ഇത് അത്ര കോംപ്ലക്സ് ആയ സംഭവം ഒന്നല്ല ഈ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആൾക്കാരുടെ തലയുടെ ഉള്ളിലേക്ക് കയറി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നാച്ചുറലി ആൾക്കാരായിട്ട് കണക്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ കാര്യം. നമ്മളെ തന്നെ തുറന്ന് അവതരിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ സോഷ്യലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 6th സെൻസ് വരും. ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാവും, പെരുമാറ്റം മനസ്സിലാവും, ആൾക്കാരുടെ വാക്കുകളുടെ പിന്നിലുള്ള ഉദ്ദേശം, അവരുടെ ആക്ഷൻസിന്റെ പുറകിലുള്ള ഇന്റൻഷൻ, ഇതൊക്കെ നമുക്ക് സോഷ്യൽ സ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇതൊന്നും ഇല്ലാതെ ഡള്ളായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുക, കാണുന്നവരോട് ചിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഗ്രോത്ത് അഡ്വൈസ് അല്ല കേട്ടോ. ഇത് ആൾക്കാരോട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇത് ലൈഫ് അഡ്വൈസാ. ബി എ ഹ്യൂമൻ ഫസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു അഡ്വൈസായി കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ എത്ര ഇൻട്രോവേർട്സ് ഉണ്ട്? ജസ്റ്റ് കമന്റ് ചെയ്യുക.